ഈ നട്ടപ്പാതിരാക്ക് ഞാൻ എന്റെ കെട്ടിയനും കൂടെ ഈ ബാഗും തൂക്കി എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഞങ്ങൾ രണ്ടാളും ഒറ്റ മൈൻഡില് വർക്കല വരെ ഒന്ന് പോയി വരാന്ന് കരുതും. ഞാൻ എനിക്ക് ഈ ട്രിപ്പിന്റെ പ്ലാൻ മുഴുവൻ പറഞ്ഞുതരാം, പക്ഷെ ആരും ഇത് ഫോളോ ചെയ്യരുത്. ബിക്കോസ് ഇതൊരു പൊട്ട പ്ലാൻ ആയിരുന്നു. പുലർച്ചെ 3 മണിക്കാണ് നമ്മൾ ഒലോക്കോട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12:30-1 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ടൈമിൽ മണ്ണാർക്കാടിന് ബസ് കുറവായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഓൺ ടൈമിൽ എത്തിയെങ്കിലും ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ചൊറിയും കുത്തിയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10 മണിയായപ്പോ നമ്മൾ വർക്കലേന്റെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി ഒരു ബസ്സിൽ കയറി നമ്മൾ റൂം ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ ചെറുക്കനെയും കൂട്ടി വർക്കല ക്ലിഫിലേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബസ്സിലാണ് പോയത്. ഇവന് സീറ്റ് കിട്ടിന്റെ പൊലിവാണ് നിങ്ങളിപ്പോ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വേറൊരു സീറ്റ് കിട്ടി. അവിടെ തൊട്ടി സ്വഭാവം കാട്ടിക്കുവന് സൈഡ് സീറ്റ് കയറി ഇരുന്നിക്ക സാമർത്ഥ്യം കാട്ടിട്ട്. ഒരു ഭർത്താവ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ പറ. കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ എന്താ കാട്ടിയെന്ന് അറിയും? ഇവനെ ഉറങ്ങിയേക്ക. ഇവനെ കൂടി ഞാൻ ഇന്നലെ ട്രിപ്പ് വന്നു. ഇവനെ വീട്ടിൽ കടത്തി വെക്കാൻ മതിയായിരുന്നു ഗൈസ്. അതും പോട്ടെ, എവിടെ ഇറങ്ങണ്ടേന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് വിളിച്ചിട്ടാണെങ്കിൽ എനിക്കില്ല. അങ്ങനെ ഇവിടെ ഇറങ്ങി ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അനക്കെന്താടി കൊമ്പുണ്ടോന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും എനിക്ക് കൊമ്പ് വന്നാൽ എങ്ങനെ ഉണ്ടാവാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.